ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് പലർക്കും സംശയങ്ങളുള്ള ഒരു കാര്യമാണ്. നമ്മൾ രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കണം, എപ്പം ഭക്ഷണം കഴിക്കണം, എത്ര വെള്ളം കുടിക്കണം, എപ്പോൾ കിടന്നുറങ്ങണം, ഇങ്ങനെയുള്ള കുറേ സംശയങ്ങളുണ്ട്. ഭക്ഷണത്തിൻ്റെ രീതികൾ, ഇങ്ങനെ കുറേ സംശയങ്ങളുണ്ട്. അപ്പം നമ്മൾ ശരിക്കും ഒരു യോഗാസനങ്ങൾ ചെയ്യുന്ന സമയത്ത് വെളുപ്പിന് എണീറ്റ് ആ യോഗ ചെയ്യുന്നതാണ് ഏറ്റവും നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യത്തിനും ഏറ്റവും നല്ലത്. നമ്മൾ നേരത്തെ പുലർച്ചെ എണീറ്റിട്ട് പുലർകാലങ്ങളിൽ എണീറ്റ് യോഗാസനങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നമ്മൾ ശരിക്കും രാവിലെ ഒരു 3:30 മണി മുതൽ 6:30 മണി വരെ ഏകദേശം ആ ടൈമിൻ്റെ ഉള്ളിൽ എക്സസൈസുകൾ ചെയ്യുന്ന സമയത്ത്, ഇനി യോഗാസനങ്ങൾ ചെയ്യുന്ന സമയത്ത് അതാണ് നമുക്ക് ഏറ്റവും നല്ല ഒരു എനർജി കിട്ടുന്നത്. അതായത് മാനസികമായും ശാരീരികമായും എല്ലാ തരത്തിലും ഒരു ഉന്മേഷം കിട്ടുന്നത് ആ ടൈമിൽ ചെയ്യുന്നതാണ്. തന്നെയുമല്ല, ആ സമയത്ത് നമ്മൾ എണീറ്റ് ഒരു 3:30-4 മണിക്കൊക്കെ എണീറ്റ് നമ്മൾ യോഗാസനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസങ്ങൾ ഏറ്റവും സന്തോഷപ്രദമായിരിക്കും. കാരണം എന്താ വെച്ചാൽ കുറേ ടൈം കിട്ടും നമുക്ക്. എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മളെ യോഗാസനങ്ങൾ ചെയ്ത് കഴിഞ്ഞ ശേഷമുള്ള കുറച്ച് ടൈം ഉണ്ടല്ലോ, നമ്മൾ കുറച്ച് വൈകി എണീക്കുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന, അപ്പം നമ്മളൊരു 6 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാളാണെങ്കിൽ 3 മണിക്ക് അല്ലെങ്കിൽ 3:30 ഒക്കെ അല്ലെങ്കിൽ 4 മണിക്ക് എണീറ്റ് 1 മണിക്കൂർ യോഗാസനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 5 to 6 മുതൽ അങ്ങോട്ടുള്ള ടൈം നമുക്ക് കൂടുതലായിട്ട് കിട്ടുക ചെയ്യുന്നത്. അപ്പം നമ്മൾ കിടന്നുറങ്ങാനൊന്നും നോക്കൂല. അപ്പം ആ ടൈം വെച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളെ പല കാര്യങ്ങളും ടൈം ആ ദിവസം തന്നെ ഒരു പണി തീർക്കാൻ, നമ്മൾ ചെയ്യുന്ന പണി മുഴുവൻ തീർക്കാൻ ഒരു ടൈമും കൂടെ കിട്ടും അങ്ങനെ നേരത്തെ എണീറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ എപ്പോഴും നല്ലത് അത് തന്നെയാണ്, ആ നേരത്തെ എണീറ്റ് യോഗ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യമാണെങ്കിൽ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് രാവിലെ ഭക്ഷണം ഇപ്പൊ നമ്മളൊരു 7 മണിയൊക്കെ ആയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ആ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ നല്ലൊരു ദഹനമൊക്കെ നടന്ന് നന്നായിട്ട് വെള്ളം കുടിച്ച്, നല്ലോണം വെള്ളം കുടിക്കണം. നമ്മൾ യോഗാസനങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ലോണം വെള്ളം കുടിക്കണം. അപ്പോൾ എക്സസൈസുകൾ ചെയ്യുന്നതിന്റെ മുന്നേയും വെള്ളം കുടിക്കാം. ഇനി യോഗാസനങ്ങൾ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കണം എന്ന് വെച്ചാൽ അതും കുടിക്കാം. ഇതിനെ കഴിഞ്ഞിട്ട് നമുക്ക് കുടിക്കാം. അങ്ങനത്തെ ടൈമൊന്നും ഒന്നും വെള്ളത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ടൈമുകളൊന്നുമില്ല. ഭക്ഷണത്തിനാണ് നമ്മൾ യോഗാസനങ്ങൾ ചെയ്യുന്നതിന്റെ 2-3 മണിക്കൂർ മുന്നേ തന്നെയെങ്കിലും ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത്. അങ്ങനെ അല്ലാത്തൊരവസരത്തിൽ 3 മണിക്കൂർ മുന്നേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ വയറൊക്കെ ഒന്ന് സുഖമായിട്ട് വേണം നമ്മൾ യോഗാസനങ്ങൾ ചെയ്യണമെങ്കിൽ. അപ്പൊ അത് ഏറ്റവും ഒരു സൗകര്യമായിരിക്കും ഭക്ഷണം. അപ്പൊ യോഗാസനങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് രാവിലെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു സുഖമാണല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ആ രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു 11 മണിയൊക്കെ ആവുന്ന സമയത്ത് ചെറിയ ഭക്ഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. പിന്നെ ഉച്ചയ്ക്ക് അത്യാവശ്യം ചോറ്, നമുക്ക് കേരളീയരായിട്ട് പ്രധാനപ്പെട്ട സംഭവമാണല്ലോ ചോറ് കഴിക്കുക എന്നുള്ളത്. അപ്പൊ ആ ചോറ് കഴിച്ച് പിന്നെ ചിലര് ചോദിക്കാറുണ്ട്, യോഗാസനങ്ങൾ നമുക്ക് വൈകുന്നേരം ചെയ്തുകൂടെ എന്ന്. വൈകുന്നേരം ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഒരു 5 മണി മുതൽ 7 മണി വരെയൊക്കെ ഉള്ള ആ സമയത്ത് യോഗാസനങ്ങൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി അങ്ങോട്ട് കുറച്ച് മുന്നോട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ ഭക്ഷണത്തിന്റെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണം, ഉച്ചയ്ക്ക് നമ്മളൊരു 1 മണിക്കൊക്കെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരു 4 മണിക്ക് ശേഷം, 4-ന്റെ 5-ന്റെ ഇടയ്ക്കുള്ള ടൈമിൽ, അതായത് 1 മണിക്ക് ഭക്ഷണം വെച്ചാൽ 2, 3, 4 3 മണിക്കൂർ ഉണ്ടല്ലോ. അപ്പൊ 4-4:30 മുതൽ അങ്ങോട്ട് ഒരു 4:30 മുതൽ 5:30 വരെ, അല്ലെ 5 മുതൽ 6 വരെ, അങ്ങനെയുള്ള ടൈമിൽ ചെയ്യുക. കാരണം വെച്ചാൽ ഭക്ഷണം നമ്മൾ നേരത്തെ കഴിച്ചിരിക്കണം, അപ്പോഴത്തേക്ക് ദഹനം നടന്നിരിക്കണം. അതാണ് അതിന്റെ ഒരു പ്രധാന കാരണം. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചപാടെ യോഗാസനങ്ങൾ ചെയ്താൽ പല ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം വെച്ചാൽ ഈ എന്താ പറയാ, പുളിച്ച് തികട്ടൽ എന്നൊക്കെ പറയുന്ന സംഭവമല്ലേ, അതൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ട്. അതെല്ലാം മറ്റു പ്രശ്നങ്ങളുണ്ട്, യോഗാസനങ്ങൾ ചെയ്യുന്നതിന് മറ്റു ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ വയറിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു ആ ടൈം. അതായത് 3-3:30 മണിക്കൂറിന് ശേഷം അല്ല നമ്മൾ യോഗാസനം ചെയ്യുന്ന നമുക്കത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ പ്രയാസങ്ങൾ തന്നെയാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ടൈമുകൾ നോക്കിയിട്ട് വേണം ചെയ്യണമെങ്കിൽ. പിന്നെ രാത്രി 10-11 മണിയായിട്ടൊക്കെ എക്സസൈസുകൾ സമയം കിട്ടായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം കുഴപ്പമില്ല, 7 മണിക്കൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു 10-11 മണിക്കൊക്കെ 10 മണിക്കൊക്കെ യോഗാസനങ്ങൾ ചെയ്തിട്ട് കിടക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എപ്പോഴും നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഭക്ഷണം വയറ് ഒഴിഞ്ഞ സമയത്താണ് എപ്പോഴും യോഗാസനങ്ങൾ നല്ലത്. പക്ഷെ എങ്ങനെ നോക്കിയാലും നമ്മൾ രാവിലെ എണീറ്റ് വന്നിട്ടുള്ള യോഗാസനമാണ് ഏറ്റവും നല്ലത്. അപ്പൊ ആ ടൈം നമ്മൾ രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ 10 മണിക്ക് കിടന്നുറങ്ങിയാൽ 11 മണിക്ക് കിടന്നുറങ്ങിയാലും ഒരു 3 മണി എന്ന് പറയുന്ന സമയം ഉണ്ടല്ലോ, നമ്മൾ 3:30
4 മണി എന്നൊക്കെ പറയുന്ന പുലർച്ചെ നേരത്തെ സമയം ഉണ്ടല്ലോ, അത് ഏറ്റവും നല്ലൊരു സമയമാണ്. അപ്പൊ എപ്പോഴും കണ്ടു വെക്കേണ്ടത് ഏറ്റവും നല്ലൊരു സമയം ആ രാവിലത്തെ യോഗാസനങ്ങളാണ് ഏറ്റവും നല്ലത്. അപ്പൊ പരമാവധി ആളുകളും പുലർകാലങ്ങളിൽ യോഗാസനങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്മൾ കുറച്ച് എക്സസൈസുകൾ കൂട്ടത്തിൽ ചെയ്ത് നോക്കാം അല്ലേ. അത് വീരാസന, വീരഭദ്രാസന, അതൊക്കെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാല് നമുക്ക് സ്ത്രീകളുടെ ഈ കാലിന്റെ തൊടയൊക്കെ നല്ല വണ്ണത്തിൽ നിൽക്കുന്ന ആളുകളുണ്ടാവും അല്ലെ. ഈ ഹിപ്പൊക്കെ നല്ല വണ്ണം, തൊടയൊക്കെ നല്ല വണ്ണായിട്ടൊക്കെ നിൽക്കുന്ന ആളുകളില്ലേ. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ ചെറിയൊരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2-3 എക്സസൈസുകളും ചെയ്ത് നോക്കുകയാണ്. വലത് കാലെടുത്ത് ഹിപ്പിന്റെ അടിയിലേക്ക് വെക്കുക, ഈ ഇടത് കാലെടുത്ത് ഇവിടേക്ക് വെക്കുക. എന്നിട്ട് ഏകദേശം ഈ മുട്ട് സമമായിട്ട് വരണം. എന്നിട്ട് ഈ പെരുവിരല് പിടിച്ചിട്ട് 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. ഇനി നമുക്ക് സാവധാനം എണീക്കാം. വീരഭദ്രാസനം എന്ന് പറയുന്ന ഒരു 2-3 ടൈപ്പ് എക്സസൈസുകൾ കൂടി ചെയ്യാണ്. ഇനി വീരഭദ്രാസന ടൈപ്പ് 1 ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് കാല് നന്നായിട്ട് അകത്തി വെക്കുക. ഇങ്ങനെ എത്രയും അകത്തി വെക്കണം, അല്ലെങ്കിൽ എന്താ വെച്ചാൽ കാല് ഇങ്ങനെ വളഞ്ഞു പോകും. അപ്പൊ അകത്തി വെച്ചില്ലെങ്കിൽ ആ ഗേപ്പ് നന്നായിട്ട് വേണം. എന്നിട്ട് ഈ കാല് നമ്മൾ റൈറ്റിലോട്ടാണ് ചെയ്യുന്നത് വെച്ചാൽ ഈ കാല് നേരെ മുന്നോട്ട് വെക്കുക. ഈ കാലിങ്ങനെ വിരലുകൾ മുന്നോട്ട് വെക്കണം, ഇങ്ങനെ വെക്കണം. എന്നിട്ട് കൈ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഈ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ അമരുക. എന്നിട്ട് നോട്ടം വലത്തെ കൈയിലേക്ക്. 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. നേരെ സാവധാനം വരിക. എന്നിട്ട് ഈ കാല് വിരലുകൾ മുന്നോട്ട് വെക്കുക, കൈ താത്തി വെക്കാം. എന്നിട്ട് ഈ കൈ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെക്കുക, കണ്ടില്ലേ. എന്നിട്ട് ഇടത്തെ കൈയിലേക്ക് നോക്കുക. എന്നിട്ട് ഇങ്ങനെ 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. നേരെ വരിക, കൈ താഴ്ത്തുക. ഇനി അടുത്ത ഇത് തന്നെയാണ്. ഇതിൽ തന്നെ ഇങ്ങനെ തന്നെ കാല് വെക്കുക, ഈ വിരലുകൾ മുന്നോട്ട് വെക്കുക, ഈ കാല് നന്നായിട്ട് വിരിച്ച് വെക്കണം. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ചെവിയോട് മുട്ടിക്കണം കാല്. എന്നിട്ട് ഇങ്ങനെ തന്നെ നേരത്തെ പോലെ തന്നെ ഇതൊരു മുന്നോട്ട് നോക്കുക. 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. എന്നിട്ട് കൈ താഴ്ത്തുക. നേരെ തിരിച്ചു അങ്ങനെ തന്നെ ഈ കാലിങ്ങനെ വെക്കുക, ഈ കാലിങ്ങനെ ഇങ്ങോട്ട് വെക്കുക, കാല് വിരിച്ച് തന്നെ വെക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ എടുക്കുക, വെക്കുക, ചെവിയിൽ മുട്ടിക്കുക. 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. താത്തുക, നേരെ വരിക. എന്നിട്ട് കാലിങ്ങനെ അടുപ്പിച്ചു കൊണ്ടുവരിക. ഇനി അടുത്തത് ചെയ്യുന്നത്, ഇനി അടുത്തത് കാല് ഇങ്ങനെ വെച്ചിട്ട് വെക്കുക. ഇനി അങ്ങനെ തന്നെ തിരിച്ചു അങ്ങനെ തന്നെ കുറച്ച്. പിന്നെ അടുത്ത് നമ്മളൊന്ന് ഈ ടോമിൽ നിന്നിട്ട് ചെറിയൊരു എക്സസൈസ്, ഒരു വാമ കൊടുക്കുക. അത് ഈ എക്സസൈസ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ യോഗ ചെയ്തില്ലേ, ആ വീരാസനം ചെയ്യുന്നതിന് മുന്നേ ചെയ്താലും മതി.
1 2 3 4 5 6 7 8 9 10. അത് കുറെ ഒരു 10-20 പ്രാവശ്യം ചെയ്യുക. അത് ഇങ്ങനെയുള്ള എക്സസൈസുകൾ, ടോമിലൊക്കെ ചെയ്യുന്ന എക്സസൈസുകൾ നമുക്ക് നല്ല ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ, ഏറ്റവും ബാലൻസിങ് ആസനാസകളാണ് അതിലൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ ഞരമ്പുകളൊക്കെ നല്ലൊരു പ്രവർത്തനം നടക്കും നമ്മുടെ ടോമിൽ നിന്നുകൊണ്ട് ആ എക്സസൈസ് ചെയ്യുന്ന സമയത്ത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ തുള്ളുന്നില്ലേ, ടോമ തുള്ളുന്നില്ലേ, 1 2 3 4 അങ്ങനെ കുറച്ച് ചെയ്യാം. നന്നായിട്ട് ബ്രീത്ത് എക്സസൈസ് ചെയ്യുക. കുറെ തരം ബ്രീത്ത് എക്സസൈസുകളില്ലേ, അപ്പൊ ഇതിന് ശേഷം അത് ചെയ്യുക. പിന്നെ യോഗ, നിദ്ര, മെഡിറ്റേഷൻ, ഇതൊക്കെ ചെയ്താൽ ഒരു ദിവസം നല്ലൊരു എനർജി ഉണ്ടാവും. അപ്പൊ എല്ലാവരും ചെയ്യുമെന്ന് വിചാരിക്കുന്നു.